ചേട്ടാ, നമ്മൾ ഇന്നലെ ജി സുധാകരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് അദ്ദേഹത്തിന് മറ്റു ചില ഒരു ഉദ്ദേശങ്ങൾ കൂടി അജണ്ടകൾ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചേട്ടനും അത് അത്യാവശ്യം അറിയാവുന്ന ഒരു കാര്യമാണ്, ഒന്ന് പറയാമോ? കഴിഞ്ഞ ഒരാഴ്ചക്കിപ്പുറം തിരുവനന്തപുരത്തെ പാർട്ടി സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ജി സുധാകരൻ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. അതിനു മുമ്പ് കേട്ടിരുന്നത് സുധാകരനെ കോൺഗ്രസ് കൊണ്ടുപോകാൻ പോകുന്നു എന്നായിരുന്നു. ഞാൻ കേട്ടത് ബി.ജെ.പിയിലേക്ക് പോകുന്നു, അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ബി.ജെ.പിയിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല, കോൺഗ്രസിലേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ജി സുധാകരനെ പോലെ ഒരാള് പാർട്ടിയൊക്കെ ഉണ്ടാക്കി ആന മണ്ടത്തരം കാണിക്കുമോ എന്നൊരു സംശയമുണ്ട്. കാര്യം നമ്മൾ പറയുന്ന പോലെ പണ്ട് VS-ഉം പിണറായിയും തമ്മിൽ തർക്കം നടക്കുമ്പോൾ VS-നെ പ്രതിരോധിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ പാർട്ടി കോൺഗ്രസ് ശംഖുമുഖത്ത് കടൽത്തീരത്തിന് സമീപം നടക്കുമ്പോൾ പിണറായി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് കടൽ എന്ന് പറയുന്നത് പാർട്ടിയാണ്. ഈ പാർട്ടിക്കകത്ത് നിങ്ങൾ നിൽക്കുമ്പോഴേ നിങ്ങൾ ശക്തനാകുള്ളൂ. അല്ലാതെ പാർട്ടിയിൽ നിന്ന് മാറി ആ കടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു കഥ ഏതോ ഒരു ഉറുദു കഥയോ മറ്റൊന്നാണ്. അതൊരു കുട്ടി കടലിലെ തിരയിളക്കം കണ്ടിട്ട് വെള്ളത്തിനോട് സംസാരിച്ച് കടലിനെ ബക്കറ്റിലാക്കാൻ അങ്ങനെ അപ്പോ ആ പാർട്ടിയാകുന്ന കടലിൽ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് ശക്തിയുള്ളൂ. നിങ്ങൾ അതിൽ നിന്നൊരു ബക്കറ്റ് വെള്ളത്തിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നുമല്ല. ബക്കറ്റിലെ വെള്ളത്തിനാണോ തിരയിളക്കം, അതെ കടലിലെ വെള്ളത്തിനാണോ തിരയിളക്കം എന്നൊക്കെ പറഞ്ഞ് അന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സുധാകരൻ എന്ന നേതാവിനെ സംബന്ധിച്ച് പാർട്ടിയെ കൊണ്ട് നേടാവുന്നെല്ലാം അദ്ദേഹം SFIയുടെ ഒക്കെ തുടക്കകാലം മുതൽ SFIയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നാണ്. അദ്ദേഹത്തിന് എത്രയോ തവണ മന്ത്രിയാക്കിയതാണ്. മന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം VS-നൊപ്പം നിൽക്കുകയും പിന്നീട് കളം മാറ്റി പിണറായിക്കൊപ്പം നിൽക്കുകയൊക്കെ ചെയ്ത ആളാണ്. അപ്പൊ പാർട്ടി കൊണ്ട് അദ്ദേഹത്തിന് നേടാവുന്ന നേട്ടങ്ങളെല്ലാം നേടിക്കഴിഞ്ഞ ഒരാളാണ്. അതും ആലപ്പുഴ പോലെ കടുത്ത വിഭാഗീയത നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഗൗരിയമ്മ എന്ന് പറഞ്ഞാൽ ഗൗരിയമ്മ ആലപ്പുഴയുടെ ഒരു സ്വഭാവം വെച്ചാണ് ഇപ്പൊ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഒരു പ്രഡിക്ഷൻ വരുന്നത്. കാര്യം ഗൗരിയമ്മ ഇതേപോലെ പാർട്ടിയില്ല, ഗൗരിയമ്മ തെങ്ങും കേരള നാട്ടിൽ ഗൗരി നമ്മളെ നയിച്ചിടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മുഖം കാണിച്ചിട്ട് അന്ന് വോട്ട് നേടിയിട്ട് അന്ന് നായനാരെ കൊണ്ട് വീണ്ടും മുഖ്യമന്ത്രിയാക്കി. അങ്ങനെയൊക്കെയുള്ള പിന്നെ സുശീല ഗോപാലിനെ ഇവർ ഇതുപോലെ പറഞ്ഞിട്ട് സുശീല ഗോപാലിനെ ഒരു വ്യവസായ മന്ത്രിയാക്കിയിട്ട് അന്ന് ആരായിരുന്നു അന്ന് നായനാർ തന്നെയാണ് വീണ്ടും 3ാം മന്ത്രിസഭ വരുന്നത്. അപ്പൊ അത്തരത്തിൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഈ പറയുന്ന പോലെ ഇപ്പോ ഗൗരിയമ്മയ്ക്ക് ഒരു പാർട്ടി ഉണ്ടാക്കാൻ ആലപ്പുഴയിൽ ഗൗരിയമ്മ ഒരു പാർട്ടി ഉണ്ടാക്കി, JSS എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയതുപോലെ ഗൗരിയമ്മയോളം സുധാകരൻ ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എത്ര വിജയമാകുമെന്നുള്ളത് ഒരിക്കലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല അത് വിജയമാവും. അതിൽ മറ്റൊരു കാര്യം കൂടി നോക്കേണ്ടത്, നമ്മള് വളരെ ആയ കാലത്തെന്ന് പറയുമല്ലോ, ആയ കാലത്ത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു വരികയും പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഏജ് എന്ന് പറയുന്നത് കൂടി ഒരു ഘടകമാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു സമയത്ത് അദ്ദേഹം പുറത്തിറങ്ങി ഒരു പാർട്ടി ഉണ്ടാക്കി അതിനെ പുഷ്പിക്കാനും വളർത്താനും പുഷ്പിപ്പിക്കാനും ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രായപരിധിയിൽ നിന്നുകൊണ്ട് അത് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് കൂടി ചിന്തിക്കണം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ ആലപ്പുഴയുടെ ഒരു വിഭാഗീയതയും സ്വഭാവവും ഒക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു രീതിയിലേക്ക് വരുന്നത്. എനിക്കും തോന്നുന്നത് അദ്ദേഹം തഴയപ്പെടുന്നുണ്ട്, അദ്ദേഹത്തെ നല്ല അന്തസ്സായിട്ട് തഴയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ഈ പുതുതലമുറയ്ക്ക് എങ്ങനെ പകർന്നു കൊടുക്കണമെന്ന് ഈ കാലഘട്ടത്തിൽ പിണറായിക്കോ പാർട്ടിക്കോ അറിയാത്തൊരു സാഹചര്യമുണ്ട്. അറിയാത്തത് കൊണ്ടല്ല, ചെയ്യില്ല. അതായത് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ മറ്റൊരാൾ വേണ്ടടോ അത് മതി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ അദ്ദേഹത്തെ തഴയുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യഘട്ടം മുതൽ അദ്ദേഹം എതിർപ്പ് പറയുമ്പോൾ കോൺഗ്രസിലേക്ക് BJP-യിൽ, അതിപ്പോ നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡാണ്. നമ്മൾ ഒരു പാർട്ടിയുമായി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഉടക്കി കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എതിർ ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ അതാ ഉടൻ ഇന്ന സ്ഥലത്തേക്ക്, അത് പലപ്പോഴും ചേരൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പറയുകയല്ല, ചിലർക്ക് ചില എതിരഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ തരൂർ തന്നെ എത്രയോ തവണ പറയുന്നു, തരൂർ പോയിട്ടില്ലല്ലോ, അതെ, തരൂർ അത് ചിന്തിച്ചിട്ടില്ല. ഇനി അതിന്റെ ചർച്ചകൾ പുറകുവശത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അപ്പോ ആ ഒരു തരത്തിൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ ഒന്നും
പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്. അപ്പോ ഒരിക്കലും നമുക്ക് എന്താവും എന്നുള്ളതല്ല, കോൺഗ്രസിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ളതല്ല, അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കുമോ എന്നുള്ളത് പോലും അദ്ദേഹത്തിന്റെ പ്രായത്തെയും ഇനിയുള്ള ഒരു സമയത്തെയും ഒക്കെ ആശ്രയിച്ചു കൂടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം ഒരു 45 ഒരു 50 വയസ്സൊക്കെ ഉള്ള ഒരാളാണ് പുറത്തിറങ്ങി ഒരു പാർട്ടി രൂപീകരിക്കുന്നതെങ്കിൽ അതിനെ ക്ലച്ച് പിടിപ്പിക്കുക എന്ന് പറയൂല, അതിനുള്ള ഒരു സാവകാശം കിട്ടും. ഇതിപ്പോ അദ്ദേഹം പാർട്ടി രൂപീകരിച്ചു എന്നിരിക്കുക, രൂപീകരിച്ചാൽ തന്നെ ഇനി എത്ര പേർ കൂടെയുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ വിലയിരുത്തണമല്ലോ. അപ്പൊ അതും കൂടി നമ്മൾ മനസ്സിലാക്കിയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടി ഉണ്ടാക്കുന്നു എന്നുള്ളൊരു വിവരം കേട്ടതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് അത് ചോദിച്ചത്. അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട് അദ്ദേഹം. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്തരത്തിൽ ബാബു ദിവാകരൻ എന്ന് പറഞ്ഞ് കൊല്ലത്തൊരു നേതാവ് ഉണ്ടായിരുന്നു, RSP ഉണ്ടായിരുന്നു. അദ്ദേഹം ഏതൊക്കെയോ പാർട്ടി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു പോയിട്ട് അദ്ദേഹം ഇപ്പം പല പാർട്ടികളിലും കളമാറ്റി ചവിട്ടിയിട്ട് അദ്ദേഹം ഇപ്പോൾ തിരിച്ച് വീണ്ടും RSP ബ്രോഷ്നയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് പ്രേമേന്ദ്രന്റെ ഒക്കെ പാർട്ടിയിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി പേര് നമുക്ക് അറിയാം. താമരാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു MLA ഉണ്ടായിരുന്നു നേരത്തെ, AV താമരാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന ഒരു MLA ഉണ്ട്. ഇപ്പൊ ഇവരൊക്കെ തന്നെ പല പാർട്ടി ഉണ്ടാക്കാൻ പറഞ്ഞു പോയിട്ട് അതെല്ലാം തന്നെ പോയി. അപ്പോൾ നമുക്കിതിൽ പറഞ്ഞു വെക്കാനുള്ള സുധാകരൻ എന്ന് പറയുന്ന സുധാകരൻ എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് വെച്ചാൽ പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് അവിടെ ഇപ്പോൾ PFI പോലെയുള്ള SDPI പോലുള്ള രാഷ്ട്രീയ മുസ്ലിം തീവ്രവാദ സംഘടനകളിലുള്ളവരെയാണ് പാർട്ടിക്കകത്ത് കുത്തി നിറച്ചിരിക്കുന്നത്. അവരിലൊക്കെ ഇപ്പം സലീമൊക്കെയാണ് അവിടുത്തെ ആലപ്പുഴയിലെ പാർട്ടി സെക്രട്ടറി. അപ്പൊ ആലപ്പുഴ എന്ന് പറയുന്നത് ഇപ്പൊ വേറൊരു ബെൽറ്റിന്റെ ഒരു കയ്യിലായി കഴിഞ്ഞു. അപ്പൊ അവിടുത്തെ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊക്കെ കാണുമ്പോ, കാര്യം പുന്നപ്പുറയും വയലാറും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അതിതീവ്ര വിഭാഗീയത. ഇപ്പൊ ആഞ്ചലോസ് എന്ന് പറഞ്ഞൊരു പഴയ നേതാവിനെയൊക്കെ സുധാകരന്റെ അദ്ദേഹം CPIയിലാണ്, അദ്ദേഹത്തിനെയൊക്കെ വെട്ടി നിരപ്പാക്കി. എന്തിനു പറയണം, മാരാരിക്കുളത്ത് VS തോപ്പിച്ച CPIമാരാണ് അവിടെയുള്ളത്. മാരാരിക്കുളത്ത് VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുന്നു, VS തോൽക്കുമ്പോൾ പാർട്ടി ജയിക്കുന്നു. അങ്ങനെയാണ് അവിടെ വന്നത്. അപ്പൊ VS സ്വന്തം നാട് വിട്ട് പാലക്കാട് പോയി എന്നാണ്, പാലക്കാട് മലമ്പുഴയിലാണ് VS മുഖ്യമന്ത്രിയായത്. അപ്പൊ ഈ ആലപ്പുഴയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ കാണുന്ന വിഭാഗീയതയിൽ അദ്ദേഹം ഇപ്പൊ പ്രീത അല്പം മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളത് ഈ പാർട്ടിക്ക് അറിയാത്തതുകൊണ്ടല്ല. ഇപ്പോ PBക്കകത്ത് ഉണ്ടായിരുന്ന പലരെയും അവരുടെ വയസ്സ് ഇളവിൽ മാറ്റി നിർത്തിയിട്ട് അവരെ പിന്നെയും ക്ഷണിതാവാറ്റി കൊണ്ടിരുത്തിയിരിക്കുന്ന അവരിരുന്നിടത്തൊരു ശൂന്യത ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഇവരുടെ വിശദീകരണം. അപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സുധാകരനെ പോലൊരു ആൾക്ക് അദ്ദേഹത്തിനെ വയസ്സിന്റെ ഇളവിൽ മാറ്റി നിർത്തുമ്പോ അദ്ദേഹത്തിന് അങ്ങേയറ്റം ജില്ലാ കമ്മിറ്റിയിലെങ്കിലും ഇവർ കൊണ്ടിരുത്തണ്ടേ? അദ്ദേഹത്തിന് ബ്രാഞ്ചിലിരുത്തി. അദ്ദേഹം MLA ആയിരുന്നപ്പോഴും അദ്ദേഹം മന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചുള്ള. അപ്പൊ ഈ പുതിയ തലമുറ, പുതിയ കമ്മ്യൂണിസം, അദ്ദേഹം ആലപ്പുഴ പോലൊരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല. അത് ഈ നേതൃത്വം, ഇദ്ദേഹം കൂടെ സ്റ്റൂൾ ഇട്ടിരുന്നാണ് അവിടെ ജില്ലാ സമ്മേളനം നിയന്ത്രിച്ചത്. ഓർമ്മയുണ്ടല്ലോ, ഈ സംസ്ഥാന സമ്മേളന കാലയളവിൽ അല്ലെ, ഇദ്ദേഹം കൂടെ അവിടെ ഇരുന്ന് മടിയും വെച്ചിരുന്നാണ് ചെയ്തത്. ആലപ്പുഴയൊക്കെ കടുത്ത വിഭാഗീയതയാണ്. അപ്പൊ ഇതിൽ ഇത്രേ പറയാനുള്ളൂ. സുധാകരൻ പാർട്ടി ഉണ്ടാക്കും എന്നൊക്കെ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അദ്ദേഹം ആ പാർട്ടിയിൽ പോകുന്നു, ഈ പാർട്ടി പോകുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് തോന്നുന്നത്, നമ്മൾ രാഷ്ട്രീയം പഠിക്കുന്നവരാണ്, രാഷ്ട്രീയം നിരന്തരം വീക്ഷിക്കുന്നവരായതുകൊണ്ട് എന്റെ ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെയൊന്നും പോകാൻ സാധ്യതയില്ല. അദ്ദേഹം ഒരു പാർട്ടിയും ഉണ്ടാക്കില്ല. അദ്ദേഹത്തിനെ എത്രത്തോളം ഇവരെല്ലാം ഇങ്ങനെ ചവിട്ടി തേക്കുന്നോ അതൊക്കെ പിൽക്കാലത്ത് അദ്ദേഹത്തിനോട്, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ, അദ്ദേഹത്തിനോട് ഈ പെരുമാറിയത് ശരിയായില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലം അവരുടെ മുന്നിൽ ചില ഇൻസിഡന്റുകൾ അവർക്ക് തെളിവാക്കി കൊടുക്കും. അത്രേ ഉള്ളൂ.